ഹായ് ഫ്രണ്ട്സ്, എൻ്റെ കൂടെ ഉള്ളത് ജസീലാണ്. ജസീൽ ഇവിടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ APO ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിൽ വയനാട് ജില്ലയിൽ രണ്ടാം റാങ്ക് നേടിയിരിക്കുകയാണ് ഈ മിടുക്കൻ. അപ്പം ജസീലിനൊന്ന് കണ്ട് അഭിനന്ദിക്കാനും ജസീലിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ജസീൽ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ജോലിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? സുഖമായിട്ട് പോകുന്നു സാർ. ഇരിക്കും. ഇപ്പോ വേറെ ഏതൊക്കെ റാങ്ക് ലിസ്റ്റിലാണ് ജസീൽ ഉള്ളത്? ഇപ്പോൾ IRB സെക്കൻഡ് റാങ്ക് ഉണ്ട്, പിന്നെ സിവിൽ പോലീസ് ഓഫീസർ 6ാം റാങ്ക് ഉണ്ട്, പിന്നെ APO 14ാം റാങ്ക്, പിന്നെ APO 14ാം റാങ്ക് ആയിരുന്നു. അതിലാണ് ഇപ്പോൾ ജോലി കയറിയത് അല്ലേ? ആദ്യം വന്ന അഡ്വൈസ് ഇത്രയും റാങ്ക് ലിസ്റ്റുകളുണ്ട്. വെരി ഗുഡ്, താങ്ക് യു. ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ 1ാം റാങ്കിന്റെ ഒരു വലിയ സന്തോഷം കൂടി പങ്കുവെക്കുകയാണ്. സംസ്ഥാന തലത്തില് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയിൽ 1ാം റാങ്ക് നേടിയിരിക്കുകയാണ് നമ്മുടെ ഈ ജസീൽ. ജസീലിന്റെ ഈ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഈ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു സന്തോഷം ഞാൻ തന്നെ ഒന്ന് പങ്കുവെക്കുന്നത്. അപ്പൊ എന്തായാലും 1ാം റാങ്ക് ഉൾപ്പെടെ 1ാം റാങ്കും CUയിൽ 2ാം റാങ്കൊക്കെ ഉൾപ്പെടെ നിരവധി റാങ്കുകളാണ് ജസീൽ വാരിക്കൂട്ടിയത്. ജസീൽ എൻട്രിയിലെ നമ്മുടെ സുജേഷ് സാറിന്റെ ഗോൾഡ് ബാച്ച് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ എന്തായാലും ജസീലിന്റെ ഈ ഒരു നേട്ടത്തില് നമ്മുടെ എൻട്രി ടീം മൊത്തത്തില് വളരെ സന്തോഷത്തിലും അതുപോലെ തന്നെ അഭിമാനത്തിലുമാണ്. അപ്പൊ തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജസീൽ പറയട്ടെ. ജസീലിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? PSCയിലേക്കുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത്? ഞാൻ ഡിഗ്രി WMO മുട്ടിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 1 വർഷത്തോളം ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തു. അപ്പോൾ എന്തായിട്ട് വർക്ക് ചെയ്തത്? അവിടെ സെയിൽസിലായിരുന്നു. ശരി, അതിന് ശേഷമാണ് അതിനുശേഷമാണ് PSCയിലോട്ട് വരുന്നത്. അപ്പോൾ അവിടെ വർക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ PSC ഒന്ന് പഠിച്ചു നോക്കാം. പ്രൈവറ്റ് മേഖലയിലെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് സർക്കാർ ജോലി വേണമെന്നുള്ള ചിന്ത വന്നത് അല്ലേ? അങ്ങനെയാണ് ഇതിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ എത്ര കാലം പരിശ്രമം ഉണ്ടായിരുന്നു? ഒരു ഏകദേശം ഒരു നമ്മുടെ ഏത് ബാച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്? സാറിന്റെ LD ഗോൾഡ് ബാച്ച്. LDCയുടെ ഗോൾഡ് ബാച്ച്. അതായത് എൻട്രിയില് എപ്പോഴും ലൈവ് എക്സാം നടക്കും. അപ്പോൾ ലൈവ് എക്സാം എഴുതി പിന്നെ LD ഗോൾഡ് ബാച്ചിലേക്ക് എക്സാം ഒരു ദിവസം കണ്ടക്ട് ചെയ്തപ്പോൾ അത് ക്ലിയർ ചെയ്ത് അങ്ങനെ. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ മുമ്പൊരിക്കോ കണ്ടുമുട്ടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, അന്നത് സാധിച്ചില്ല. ഇപ്പൊ കണ്ടതിൽ വളരെ സന്തോഷം. നമുക്കിവിടെ ചായ കുടിക്കാം. ജസീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് പിന്നെ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു മേഖലയിൽ നിന്ന് മാറി PSCയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു. സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു PSC കോച്ചിങ് സെന്ററിൽ വന്നു നോക്ക്, പറ്റുന്നതാണെങ്കിൽ നീ ശ്രമിക്ക്, ഇല്ലെങ്കിൽ കളഞ്ഞേക്കെന്ന് പറഞ്ഞു. അവൻ്റെ ഒരു മോട്ടിവേഷൻ കൊണ്ടാണ്. അവനാണ് അല്ലേ? പിന്നെ അവൻ്റെ പേരൊക്കെ പറയണ്ടേ അല്ലേ? നമ്മളെ അടുത്ത സുഹൃത്താണ്. പേര് അബ്ദുൽ. അവൻ ജോലി കയറിയോ? ഇല്ല, പഠിച്ചുകൊണ്ടിരിക്കും. അവനൊന്ന് സഹായിക്കട്ടോ. സഹായിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് തുടക്കം. അങ്ങനെ എവിടെ ഇരുന്ന് തുടങ്ങി നിങ്ങള്? കോച്ചിങ് സെന്ററിൽ പോയിരുന്നു തുടങ്ങി. അവിടെ ഒന്നൊരു ചെറുതായിട്ട് പഠിക്കാൻ തുടങ്ങി അല്ലേ? പിന്നീട് എങ്ങനെയാണ് എൻട്രിയിലേക്ക് എത്തുന്നത്? പിന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് ഫീസ് കാര്യങ്ങൾ ബുദ്ധിമുട്ടായപ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു 4 മാസത്തെ കോച്ചിങ് സെന്ററിന്റെ പഠിത്തത്തിന് ശേഷം വീട്ടിൽ നിന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഈ എൻട്രി ആപ്പ് ഞാൻ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ എന്നും അതിൽ 2 മണിക്ക് ഉണ്ടാകുന്ന ലൈവ് എക്സാം എന്നും അറ്റൻഡ് ചെയ്യും. പിറ്റേന്ന് രാവിലെ ഒരു 8 മണിയാകുമ്പോൾ ലീഡർ ബോർഡ് വരുമ്പോൾ ചെക്ക് ചെയ്യും. അപ്പോൾ അതിൽ മുന്നേറാനുള്ള വാശി ഉണ്ടായിരുന്നു, മുന്നോട്ട് പോകാനുള്ള. അപ്പോൾ ഒരു ദിവസം സാർ ഇതേപോലെ LD ഗോൾഡ് ബാച്ചിലേക്കുള്ള സ്കോളർഷിപ്പ് എക്സാം അത് ക്ലിയർ ചെയ്തു. സ്കോളർഷിപ്പ് എക്സാം അതിലൂടെയാണ് വന്നത്. അതെ, അതിലൂടെയാണ് ഞാൻ ഗോൾഡ് ബാച്ചിൽ. അങ്ങനെയാണ് സാറിന്റെ ഗോൾഡ് ബാച്ചിലേക്ക് എത്തുന്നത് അല്ലേ? പിന്നെ അവിടെ നിന്നുള്ള പഠനമായിരുന്നു. അതെ. അപ്പോൾ എൻട്രി എന്നെ എങ്ങനെ സഹായിച്ചെന്ന് വെച്ചാൽ ഗോൾഡ് ബാച്ചിൽ എത്തിയതിനു ശേഷമാണ് ഞാൻ അതിന് മുമ്പ് പഠിച്ചതും എൻട്രി വന്നതിന് ശേഷമുള്ള മാറ്റം എനിക്ക് മനസ്സിലായി. പഠനത്തിന്റെ ആ ഒരു മാറ്റം, ട്രാക്ക്, നമ്മൾ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ അതിലുള്ള ഡെയിലി എക്സാമുകളൊക്കെ ശരിക്കും അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു? ഓരോ ടോപ്പിക്കും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക് വൈസ് എക്സാം അങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ല. പക്ഷേ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈവ് എക്സാം എന്നും അറ്റൻഡ് ചെയ്യും. LD എക്സാം എന്നും അറ്റൻഡ് ചെയ്യും. ഞാൻ ഗോൾഡ് ബാച്ച് ലീഡർ ബോർഡ് ചെക്ക് ചെയ്യും. അതില് ഓരോ ദിവസം ഇന്ന് 60 ആണെങ്കിൽ നാളെ 50 എത്താൻ വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു. അങ്ങനെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എൻട്രി ഉള്ള മാറ്റം എനിക്ക് മനസ്സിലായത് അതിന് മുമ്പ് ഞാൻ കുറേ സോഴ്സ് ഉണ്ടായിരുന്നു എനിക്ക് പഠിക്കാൻ. കുറേ പുസ്തകങ്ങൾ എൻട്രി എന്നെ സഹായിച്ചെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകങ്ങളുടെ എണ്ണം കുറച്ചു. ഒരു അച്ചടക്കത്തോടെ ചേർത്ത് ഒന്നിലേക്ക് കിട്ടി. അതേസമയം ടോപ്പിക്കുകളുടെ ഡെപ്ത് കൂടി. 2 കാര്യങ്ങളായപ്പോൾ റാങ്ക് ലിസ്റ്റുകൾ വരാൻ തുടങ്ങി, എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാൻ തുടങ്ങി. ആണ് മാറ്റം. എൻട്രി ഉപയോഗിക്കുമ്പോൾ എൻട്രിയിൽ അധ്യാപകരുടെ ക്ലാസ്സുകൾ അത് എത്രത്തോളം ഗുണകരമായിട്ടുണ്ട് ജസീലിന്? എൻട്രി അധ്യാപകരുടെ എല്ലാവർക്കും എല്ലാ വിഷയവും എളുപ്പമാണെന്നില്ല. അപ്പം ജസീലിനെ സംബന്ധിച്ച് കുറെ വിഷയങ്ങൾ ബുദ്ധിമുട്ടുള്ളതൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, മാത്സ് അല്ലെ, അങ്ങനെയൊക്കെ പല വിഷയങ്ങൾ പല രീതിയിലായിരിക്കും. എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് സയൻസ് വിഷയങ്ങളും പിന്നെ
ഇംഗ്ലീഷുമാണ്. അപ്പം സയൻസ് വിഷയങ്ങളെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓറഞ്ച് അതായത് അതെ അതെ എങ്ങനെയെങ്കിലും മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതല്ല, എങ്ങനെയെങ്കിലും മാർക്ക് വാങ്ങാൻ കുറച്ച് മാർക്ക് കിട്ടാനുള്ള അങ്ങനെ സയൻസ് വിഷയങ്ങൾ ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് എല്ലാം മനസ്സിലാക്കി പഠിക്കണമെന്നുണ്ടായില്ല. അതിലെനിക്ക് ഞാൻ വീക്കായിരുന്നു. അപ്പോൾ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും മാർക്ക് വാങ്ങാൻ വേണ്ടി സാറ് കോഡ് വന്നു. പിന്നെ ഇംഗ്ലീഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ രഞ്ജി സാർ ഇല്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഈ ലിസ്റ്റുകളൊന്നും ഉണ്ടായില്ലേ. ഇംഗ്ലീഷ് അത്രയും വീക്കായ ടൈമിലാണ് സാറും ഇതേപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും എനിക്ക് തോന്നിയ ഒരേ പാറ്റേൺ ആണ് ഏകദേശം. ടിപ്സും കാര്യങ്ങളും ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാസീവ് വോയിസ് എടുക്കുമ്പോൾ അതിൽ ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനെ പാസീവ് വോയിസ് ആക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അപ്പോൾ അത് ഞാൻ അതിന്റെ ഒരു മെത്തേഡ് ഉണ്ട്, അതുവഴി പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ സാറ് പറഞ്ഞു ഇത് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്ത് അത്ര ഒരു 10 മിനിറ്റ് വീഡിയോ ഉള്ളൂ. അതിനുശേഷം ഞാൻ ട്രാക്കിലേക്ക് വന്നത്. അപ്പോൾ അത്രയും ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പിന്നെ മലയാളമൊക്കെ അത്യാവശ്യം ധാരണ ഉണ്ടായിരുന്നു. കുറച്ച് ധാരണ ഉണ്ടായിരുന്നു. പിന്നെ ഡെയിലി ഞാൻ വൊക്കാബുലറി പഠിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി കുറച്ച് സാറിന്റെ ക്ലാസ് എഴുതി വെക്കും, അത് പഠിക്കും. ഈ ഫോഴ്സ് തസ്തികകൾക്ക് വേണ്ടിയിട്ട് പരിശീലിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് ജസിന് എന്താണ് പറയാനുള്ളത്? അല്ല, ചായ കുടിക്കുക ജസ്. സാറേ നോമ്പാണ്. സോറി, നോമ്പിന്റെ കാര്യമാണ്. അപ്പം ഞാൻ കുടിക്കുന്നില്ല. ഇതെടുത്തോളൂ. അപ്പം ഫോഴ്സിന് വേണ്ടി തയ്യാറെടുക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് ജസിന്? ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളതല്ലേ, അതുകൊണ്ട് എനിക്കിത് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കുറെ പേര് കോഴ്സിൽ നിന്ന് മാറിയിരിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം റിട്ടേൺ ടെസ്റ്റ് പാസ്സാവുക, ഫിസിക്കലൊക്കെ ജീവിതചര്യന്റെ ഭാഗമാക്കുക, അതൊക്കെ ചെറിയ രീതിയിൽ ഇപ്പോഴേ പരിശീലിച്ച് പോകുക അല്ലെ. അതൊക്കെ പിന്നാലെ അങ്ങോട്ട് നമുക്ക് നമ്മള് PSC ഉദ്യോഗാർത്ഥികളാകുമ്പോൾ പത്രം എങ്ങനെ വായിക്കണമല്ലോ, അതേപോലെ തന്നെ അതിന്റെ കൂടെ ഇതായിട്ട് കൊണ്ടുപോകുക. അതെ അതെ. പിന്നീട് നമുക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ പാസ്സാവാൻ വലിയ എത്തിപ്പെടാൻ പറ്റും. പിന്നെ പുതുതായിട്ട് PSC പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. അപ്പൊ എൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വിഷയം തന്നെ 1 മണിക്കൂർ 2 മണിക്കൂർ വായിക്കാനാവില്ല. അപ്പോൾ ഒരു ദിവസം തന്നെ ഞാൻ ഒരു ഹിസ്റ്ററി ഒരു 10 പേജ് വായിക്കുകയാണെങ്കിൽ അതോടെ മാറ്റി വെച്ച് പിന്നെ എക്കണോമിക്സ് എടുത്ത് അങ്ങനെ സബ്ജക്ട് മാറി മാറി വായിക്കുമ്പോൾ എനിക്കത് മൈൻഡിലേക്ക് അല്ലെങ്കിൽ മടുപ്പ് തോന്നുകയും നിർത്തിപ്പോകാൻ തോന്നുകയും ചെയ്യും. അപ്പോൾ ചിലർക്ക് ഞാൻ പഠിക്കുന്ന സ്റ്റൈലായിരിക്കും പറ്റുക, മറ്റേവർക്ക് ഒരു വിഷയം തന്നെ കണ്ടിന്യൂറ്റി അങ്ങനെ പഠിച്ചു തീർക്കാന്നുള്ളതാണ് ചിലരുടെ മെത്തേഡ്. അപ്പോൾ അവരവരുടെ അനുയോജ്യമായ മെത്തേഡ് കണ്ടുപിടിക്കുക, തിരിച്ചറിയാം, അതിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ളതാണ്. പിന്നെ ഇനി ജസീൽ വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിച്ച ജോലി തന്നെയാണോ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ലിസ്റ്റുകളൊക്കെ, അല്ലെങ്കിൽ ഇനിയും വേറെ ഏതെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടോ? ഇതൊക്കെയാണ് പഠിച്ചു തുടങ്ങിയ LD ക്ലർക്കിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വയനാട് ജില്ലയിൽ ഇത്തവണത്തെ LD വന്നിട്ടുണ്ട്, ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. വയനാട് കട്ട് ഓഫ് 68 അല്ലേ? ഇപ്പൊ എത്ര മാർക്ക് ഉണ്ട്? എനിക്ക് 79 മാർക്ക് ഉണ്ട്. വെരി ഗുഡ്. ഇപ്പൊ അത്യാവശ്യം നല്ല റാങ്ക് തന്നെ ഉണ്ടാവും. അത് കിട്ടിയാൽ ഇതിലേക്ക് വരാനാണോ? കോഴ്സ് വിട്ട് പിന്നെ ക്ലർക്കിലേക്ക് വരും. ചെറിയൊരു ഹോം സിക്നെസ് ഉണ്ട്. നാട്ടിൽ തന്നെ കിട്ടാനുള്ള അല്ലേ? ഇപ്പൊ കണ്ണൂരാണല്ലോ. ഓക്കെ, ഇനിയിപ്പോ LDCയുടെ മീറ്റപ്പ് വരാൻ പോവുകയാണ്. അപ്പൊ ആ മീറ്റപ്പിൽ നമുക്ക് കാണാം. അവിടെ ജസീലിന് LDCയുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു, അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ ജസീലിന് പറയാനുണ്ടാവും. അത് നമുക്ക് LDCയുടെ മീറ്റപ്പിന് കാണുമ്പോൾ ജസീൽ അത് നിങ്ങളോട് ഷെയർ ചെയ്യും. അപ്പോൾ ജസീലിനെ പോലെ തന്നെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പ് വരാതെ പഠിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നേടിയെടുക്കും വരെ പ്രയത്നിക്കുക. അതാണ് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ജസീലെ നമുക്ക് വീണ്ടും കാണണം. ഇനിയും ജസീലിന്റെ നേട്ടങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി നമുക്ക് നേരിട്ട് കാണണം, മീറ്റപ്പിൽ കാണണം, പൊളിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.